സാറിനറിയാം വരുന്ന വഴികളിൽ എല്ലാവരും വിജനമായിരിക്കും. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഓഗസ്റ്റ് മാസം 15-ാം തീയതി മുതൽ ഞങ്ങളെ സംബന്ധിച്ച് ടൂറിസ്റ്റ് ഇവിടെ ആളുകൾ വിദേശികളും ആഭ്യന്തര ടൂറിസവും ഒപ്പം മറ്റു സംസ്ഥാനങ്ങളിലെ ആളുകളെയും കൊണ്ട് നിറയുന്ന ഒരു പ്രദേശമാണ്. അവിടെയാണ് ഈ വണ്ടിയിൽ നോക്കിയാൽ അറിയാം, വണ്ടിയിലൊന്നും യാത്രക്കാരില്ലാത്തതിൻ്റെ കാരണം ഇടയ്ക്കൽ കേവ്സ് തുറക്കുമ്പോൾ മാത്രമാണ് ഇവിടെ വിനോദസഞ്ചാരികളുടെ ഫ്ലഡ് ഉണ്ടാകുന്നത്. പക്ഷേ അടഞ്ഞു കിടക്കുന്നു. അമ്പലവയൽ പ്രത്യേകിച്ച് ദുരന്തത്തിന് ശേഷം ആളുകൾ ഇങ്ങോട്ട് വരുന്നത് അങ്ങ് കുറഞ്ഞു. രണ്ട് പ്രശ്നങ്ങളാണ്. കാരണം ചൂരൽമല ഉണ്ടാക്കിയ ദുരന്തത്തിന് ശേഷം ആഗസ്റ്റ് 9-ന് നമ്മൾ പുതിയ റിപ്പോർട്ട് വന്നത് എടക്കലിൽ ഒരു പ്രകമ്പനം ഉണ്ടായി എന്നുള്ളൊരു ന്യൂസ് വന്നതോടുകൂടി അതും ഭയങ്കരമായിട്ട് എടക്കൽ ഒരു തരത്തിലും നിങ്ങൾ അതിനകത്ത് ആശങ്ക വേണ്ട. വയനാട് ഈസ് സേഫ്. വയനാട് ഈസ് സേഫാണ്. വയനാട് സുന്ദരമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്കാണ് നമ്മളിനി പോകാൻ പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അമ്പലവയലിലാണ്. അമ്പലവയലിൽ നിന്ന് നമ്മൾ ഇടയ്ക്കൽ കേവ്സിൻ്റെ ഭാഗത്തുള്ള നമ്മളിനി സുൽത്താൻ ബത്തേരിക്കാണ് പോവുക. നമ്മുടെ സംഘാംഗങ്ങളും ഈ ടീമിനോടൊപ്പമുണ്ട്. അപ്പോൾ നമ്മൾ അമ്പലവയലിൻ്റെ സ്നേഹം ഏറ്റുവാങ്ങി അടുത്ത ടൂറിസം ഡെസ്റ്റിനേഷനിലേക്കാണ്. പിന്നെന്താ, ഒരു സെൽഫി പെട്ടെന്ന് എടുത്തോ, ഒറ്റ സെൽഫി. റെഡി, 1 2 3 റെഡി. ഓക്കെ, അപ്പോൾ നമ്മുടെ യാത്ര നമ്മൾ തുടരുന്നു. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് അടുത്ത ഡെസ്റ്റിനേഷൻ താങ്ക് യു കൽപ്പറ്റയാണോ അടുത്ത ഡെസ്റ്റിനേഷൻ? ബത്തേരിയിലേക്കാണ് നമ്മൾ. ഞാൻ തമിഴ്നാട് നീലഗിരി നിന്നാണ്. സാർ ഈ ഇഷ്യൂ ഉണ്ടാവുന്ന പോലെ സാർ ഇതിന്റെ കൂടെ നിന്ന് ഒരു വലിയ സല്യൂട്ട് തരാണ് കേട്ടോ. വളരെ സന്തോഷം. അയ്യോ സന്തോഷം. ഇടയ്ക്കൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇത് ഹായ് വയനാട്ടിലേക്ക് വരുന്ന വിനോദസഞ്ചാരികൾക്കുള്ള ഷോളാണ് കേട്ടോ. നിങ്ങളെ കാത്തിരിക്കുന്നു എന്നതുകൊണ്ട് എന്നെ അണിയിക്കുന്നു എന്നേ ഉള്ളൂ. താങ്ക്സ് അലോട്ട്. നിങ്ങളിവിടെ വന്നാൽ നിങ്ങൾക്ക് ഇതേപോലെ സ്നേഹം കിട്ടും. അപ്പോൾ കം ആൻഡ് എൻജോയ് വയനാട്. റീബിൽഡ് യുവർ സെൽഫ്, റീബിൽഡ് വയനാട്. ഓക്കെ, താങ്ക് യു. കുറേ നേരം ഷാളോടെ വെയിറ്റ് ചെയ്ത് തിരക്ക് കേട്ടെന്ന് വെച്ചിട്ടാണ്. ശരി മാം, ശരി, ഇറങ്ങട്ടെ. കാര്യങ്ങളൊക്കെ ഉഷാറാവും. ഓക്കെ, ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സർ. താങ്ക് യു. ഹായ് താങ്ക് യു സർ. പ്രധാനപ്പെട്ട നമ്മള് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചില്ലേ നമ്മൾ ഓണാഘോഷം ഇല്ല എന്നുള്ളത്. ആ ഒരു പ്രഖ്യാപനം തിരുത്തണമെന്നാണ് ഞങ്ങളെ കുറച്ച് കലാകാരന്മാർ നമ്മളോട് പറഞ്ഞത്. സാഹചര്യം ഉണ്ട്. കാരണം കാല് നോക്കിക്കൊണ്ട് ടയറുണ്ട്. ടൂറിസങ്ങൾ പൂട്ടിയിട്ട് ഇന്നത്തേക്ക് 23 ദിവസമായി. വയനാട്ടിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണ് എക്കോ ടൂറിസം. ഇവിടുന്ന് 3 കിലോമീറ്ററുള്ള എടക്കൽ അടക്കമുള്ള ആളുകളോട് കൂടി ഒന്ന് സംസാരിക്കണം, സുരക്ഷിതമാക്കി തുറന്നു കൊടുക്കണം. ഇതാണ് നമ്മുടെ ആവശ്യം. താങ്ക് യു മാം. അപ്പോൾ ഞങ്ങളിതാ പോകുന്നു. കുറച്ച് വൈകിപ്പോയി, അതുകൊണ്ടാണ്. ഓക്കെ, ഹായ് താങ്ക് യു.